ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മീൻ മുളകിടുന്നതാണ് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ളത്. ഈ കറി ഉണ്ടാക്കാൻ ഇത്രയും മീൻ, ചൂടമീനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി, ഒരു 5-8 ചെറിയ ഉള്ളി അരിഞ്ഞത്, 3-4 വെളുത്തുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി. ഈ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കടുകൊന്നിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണ് ഉലുവട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഉലുവയൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ആ പുളി വെള്ളത്തിലിട്ടതുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് വെക്കണം കേട്ടോ. അപ്പോഴേക്കും 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. ഇത് ഗ്യാസ് ഓഫാക്കിയതിൻ്റെ ശേഷം ആ ചൂടിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഗ്യാസ് ഓഫാക്കാതെ ഈ പൊടികൾ ഇട്ട് കൊടുത്താൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കൂട്ടൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ പുളിയിൽ തന്നെ ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി പിഴിഞ്ഞിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ലേശം കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ഒരു മൂടിയിട്ട് അടച്ച് വയ്ക്കുക. ഇപ്പം കറിയൊക്കെ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിൽ ഇട്ട് കൊടുക്കുക. ഈ മീനിന് വലിയ വേവില്ല കേട്ടോ. അത് നല്ലോണം ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും ഈ മീൻ വേഗം വെന്ത് കിട്ടും. ഇപ്പം മീനൊക്കെ കറിയിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. മൂടി തുറന്ന് നോക്കുക. ഇപ്പം മീൻ കറി നല്ലോണം തിളച്ച് എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കയ്യിലോണ്ട് അങ്ങനെ വല്ലാതെ ഇളക്കി ഇതാക്കരുത്. അടിയിൽ കൂടി ഒന്നിങ്ങനെ ചുഴറ്റിയെടുക്കാനേ പറ്റുള്ളൂ. ആദ്യം ലേശം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറി വാങ്ങാൻ നേരത്ത് ലേശം കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കിയാലും ചട്ടിയിലൊന്ന് കറി ഒന്നും കൂടി തിളച്ച് കുറുകും കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി ചൂടമീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ, കപ്പേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇട്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ.